ഡോക്ടർ, നമ്മളിത് ഒരുപാട് നാളുകളായി നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഇന്ത്യയിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു, നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു, പിന്നെയും വീണ്ടും ഇതൊരു റിപ്പീറ്റ്. ഇതിങ്ങനെ ഒരു സൈക്ലിംഗ് പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അവസാനമില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് പലരും ഇത് രാഷ്ട്രീയപരമായും മതപരമായും ഈ ഒരു വിഷയത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതും. പക്ഷേ കശ്മീരിൽ യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് സാറിന്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ എങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യും? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും ഒരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം, ആ ഒരു ആസ്പെക്റ്റിലാണ് കാര്യങ്ങൾ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ വിഷയങ്ങൾ പറയുക, അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് നടത്തുന്ന ഈ മുതലെടുപ്പുകൾക്ക് നമ്മളൊരു ഇന്ധനമായിട്ട് മാറുക, അതിൽ നമുക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ആ വിഷയത്തിൽ എന്താണ് പറയേണ്ടത്, ആ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അതിനൊരു സൊല്യൂഷനാകും, ഇതാണ് നമ്മൾ ഇതിനകത്ത് എപ്പോഴും നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ പറയുന്ന ടെററിസം എന്ന് പറയുന്നൊരു വിഷയം. അപ്പോൾ ടെററിസത്തെ നമ്മൾ നേരിടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള ടെററിസം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ഈ മാവോവാദികളുടെ പ്രശ്നവും, അതുകൂടാതെ ഇപ്പോൾ ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്നൊരു വിഷയം. പക്ഷേ ഈ മാവോവാദികളുടെ പ്രശ്നം വരുമ്പോൾ അത് നമുക്ക് പച്ചയ്ക്ക് പറയാൻ കഴിയാറുണ്ട്, അത് മാവോവാദികളാണ് എന്ന് പറയും. ഓക്കെ, അതല്ല ഇപ്പോൾ ഹിന്ദു ഭീകരത എന്ന് വരെ നമുക്ക് പറയാൻ കഴിയാറുണ്ട്. ഒരു ഭീകരാക്രമണം ഏതെങ്കിലും ഒരു സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് ചെയ്താൽ പോലും അത് പച്ചയ്ക്ക് ആ സംഭവം പത്ര റിപ്പോർട്ടുകളായിട്ട് വെരിഫൈ ചെയ്ത് പുറത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദി കൂട്ടങ്ങൾ പുറത്തുവിടുന്ന ചില വാർത്തകളുണ്ട്. പലതും അത് പിന്നീട് തെറ്റാന്ന് വരെ നമ്മൾ തെളിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ പോലും ആ വാർത്ത പുറത്ത് വരുന്നതിന് മുന്നേ പോലും അത് ഹിന്ദു ഭീകരത എന്ന് വിളിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മടിയില്ല, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മടിയില്ല. അതുപോലെ തന്നെ ഒരാൾക്കും മടിയില്ലാത്തൊരു സാധനമാണ്, അവിടെ ഔചിത്യബോധം ഒരു പ്രശ്നമല്ല, അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു പ്രശ്നമല്ല, രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല, ഇതൊന്നും വിഷയമല്ല. പക്ഷേ ഈ കശ്മീരിൽ നടക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ പിന്നെ ആകെ കരുതൽ മഴയാണ്. ഇതിപ്പോൾ നമ്മളങ്ങനെ പറയാൻ പാടില്ല, അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് കാത്തു നിൽക്കുക, അത് കോടതി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അത് പോലീസുകാർ അന്വേഷണം നടത്തട്ടെ. പത്രത്തിൽ പറഞ്ഞാൽ നമ്മളങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഇത് കുറേയും കൂടിയും നമ്മളൊന്ന് കാത്തു നിൽക്കണം. ഇത് ഔചിത്യബോധം, അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സാധനം. ഇത് നോക്കണം, ഇതിൽ മതമില്ല, തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഈ തീവ്രവാദത്തിന് മതമില്ല എന്ന് ഈ വിഷയത്തിൻ്റെ പേരിൽ പറയുന്ന ആളുകളുടെ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അവരവിടെ മുണ്ട് പൊക്കി നോക്കിയത് രാജധാനി എക്സ്പ്രസ് പോയോന്നല്ലല്ലോ, അതല്ലെങ്കിൽ കറണ്ട് പോയോന്നല്ല അവർ നോക്കിയത്. അവർ പോയത് മതം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് മുണ്ട് പൊക്കി നോക്കിയെന്ന് നമ്മൾ പറയുന്നത്. അവിടെ കലിമ ചൊല്ലി എന്നതിൻ്റെ പേരിൽ രക്ഷപ്പെട്ട ഒരു പ്രൊഫസറുടെ കഥ ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് പത്രത്തിലൂടെ. അപ്പോൾ കലിമ എന്ന് പറയുന്നത് അത് ഹിന്ദു മതത്തിലാണോ കലിമയുള്ളത്, അത് ജൈന മതത്തിലാണോ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ യുക്തിവാദികൾ വല്ലതും ചെല്ലുന്ന സാധനമാണ് ഈ കലിമ എന്ന് പറയുന്നത്, അത് ഏത് മതത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത എന്താണ്? അത് ഇസ്ലാം മതത്തിലെ ഒരു വാക്യം, അല്ലെങ്കിൽ ഇസ്ലാമിലെ അറബിയിൽ ചൊല്ലാൻ പറ്റുന്ന കുറേ സാധനങ്ങളുള്ളതിൽ ഒരു സാധനമാണ് ഈ പറയുന്ന സാധനം. ഇത് ചൊല്ലിച്ച് നോക്കുന്നത് എന്തിനാണ്? നിങ്ങൾ മുസ്ലിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇസ്രായേലിൽ നമ്മൾ യാത്ര നടത്തിയപ്പോൾ അൽ-അക്സ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ വാതിക്കെ നിന്നിട്ട് പല ആളുകളോടും ഈ അറബിയിൽ ഫാത്തിഹ ചൊല്ലിക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചൊല്ലിക്കുകയാണ്. എന്തിനാ? മുസ്ലിം ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അവർ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഇവിടെ കാശ്മീരിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കലിമ ചൊല്ലിക്കുന്നു, അറബിയിലുള്ള സാധനങ്ങൾ പറയിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നലെ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഈ വാർത്തയൊക്കെ വന്നതിൻ്റെ താഴെ ഒരു കമൻറ്റിൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിരിക്കുന്നു, ഇക്ക ഇത് ഞങ്ങൾക്ക് അറബിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ അതൊക്കെ പറഞ്ഞ് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പഠിപ്പിച്ചതാ, നിങ്ങൾക്ക് വല്ല ഫീസും വേണമെങ്കിൽ തരാമെന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ഇത് ആളുകൾക്ക് ഭയമുണ്ടാക്കിയിരിക്കുന്നു ഈ ഒരു സംഭവം. ഈ ഭയത്തെ നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്നാണ് വിളിക്കുക. ഇത് ഇസ്ലാമോഫോബിയ അല്ല, ഇത് ഇസ്ലാമോഫ്രൈറ്റ് തന്നെയാണ്, ഇത് ഭയം തന്നെയാണ്. നമ്മൾ പറയുന്നത് ഇതിനെ ഭയക്കണം, ഇസ്ലാമിലെ രീതികളെ നമ്മൾ ഭയക്കണം, അതിന് ഭയക്കാനുള്ള എല്ലാ സാധ്യത ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഈ തീവ്രവാദത്തിന് മതമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ തീവ്രവാദത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വരുമ്പോൾ അവിടെ ആശയത്തെയാണ് ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ നാസിസത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ നാസിസത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു ഹിറ്റ്ലറെ കൊന്നതുകൊണ്ട് മാത്രമൊന്നും കാര്യം തീരില്ല. അവിടെ നമ്മൾ അതിന് പിന്നിൽ ആ ഒരു സ്വഭാവം കാണിക്കുന്ന, നാസി സ്വഭാവങ്ങൾ കാണിക്കുന്ന അതിൻ്റെ ആ സിഗ്നൽസ് നമ്മൾ എവിടെ കണ്ടാലും അതിനെ നമ്മൾ എതിർക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇത്തരം ആശയങ്ങൾ, അത് ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരിധിവരേക്കും ഒരു വലിയ അളവിൽ മുസ്ലിങ്ങൾ, ഞാൻ എൻ്റെ വാക്കിൽ പറയുന്ന അഴകുഴമ്പൻ മുസ്ലിങ്ങളാണെന്നാണ് പറയുക, അവർക്ക് ഇസ്ലാമിലുള്ളത് എന്താണെന്ന് അറിയില്ല. അത് അറിയാതെ ജീവിക്കുന്ന ഒരുപാട് നല്ല മുസ്ലിങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ ഇത് പഠിച്ചിട്ട് ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴി, അതേതായാലും അവർ ചെയ്യാൻ പോകുന്നില്ല. കാരണം അതിന് ആവശ്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണ്? ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇത്രയൊക്കെ മതം മതി എന്നുള്ളതാണ്. അവിടെ ഒരു പരിധിയിൽ കൂടുതൽ മതം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ
ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മതത്തിലെ യഥാർത്ഥ വശങ്ങൾ എടുത്തു വെച്ചുകൊണ്ട്, ഇവർക്ക് അറിയാത്ത വശങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇത് അറിയുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നം, ജനാധിപത്യ വിരുദ്ധത, മതേതരത്വ വിരുദ്ധത, അതല്ലെങ്കിൽ ഇതുപോലെ ഈ ഡിവിഷൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ, കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന അധിക്ഷേപങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങൾ വരുമ്പോൾ, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ, അത് പറയുമ്പോൾ ഇത് മതത്തിനകത്തെ ഉള്ള കാര്യമാണ്, ഇത് മതത്തിലെ തെറ്റായൊരു വശമാണ് എന്ന് പറയേണ്ട ബാധ്യത നമുക്കില്ലേ? അപ്പോൾ അത് പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അത് അവർക്ക് വിഷമമാകുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയാണ്? ആ ഒരു വിഷമം, ആ ഔചിത്യബോധം, അങ്ങനെ പറഞ്ഞാൽ അവർക്ക് പ്രശ്നമാകുന്നുള്ള ചിന്ത, അത് നിങ്ങൾക്ക് ഹിന്ദു മതത്തിൽ നവോത്ഥാനം ചെയ്യുമ്പോൾ കാണാറില്ലല്ലോ. ഹിന്ദു മതത്തിലൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പച്ചയ്ക്ക് പറയുന്നു, അത് പറയണം. ഹിന്ദു ദൈവങ്ങൾ ഇപ്പോൾ ഗണപതി മിത്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ മിത്താണ് മിത്തല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടന്ന് ഉരുണ്ടുമറിയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് സൊല്യൂഷൻ വേണം. സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സാധനം ഉണ്ടെന്ന് അംഗീകരിക്കണം, അതായത് അതിനെ അക്നോളജ് ചെയ്യണം, ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ റൂട്ട് കോസാണ് ഇതിലെ പ്രശ്നമെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കണം. എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാം. അവിടെ ഇന്ത്യ എത്രമാത്രം വിജയിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്നിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP പോലും അതിനകത്ത് പിടിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. അവർക്ക് തീവ്രവാദത്തെ എതിർക്കണമെന്നൊക്കെ ഉള്ള ധാരണയുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ NIA പോലുള്ള സംഘടനകൾ, ATS, അത് ഇതൊക്കെ നമ്മളിവിടെ ഉണ്ട്, നമ്മളതെല്ലാം പറയുന്നു, സമ്മതിക്കുന്നു. പക്ഷേ ഇതിൽ യഥാർത്ഥ വിഷയമായ ഈ ഇസ്ലാമിക് ടെററിൻ്റെ പിൻബലം കൊടുക്കുന്നതിൻ്റെ ആശയ അടിത്തറ എന്ന് പറയുന്ന സാധനത്തെ അഡ്രസ്സ് ചെയ്യാൻ എന്ത് വഴിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? അതിനെ നമ്മളിവിടെ പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ഇവിടുത്തെ BJP പോലും ഇവിടുത്തെ ഗവൺമെൻറ് പോലും അതിൽ പരാജയം തന്നെയാണെന്ന് ഞാൻ പറയാം. ഇത് ഇൻ്റലിജൻസ് ഫെയിലിയർ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇൻ്റലിജൻസ് ഫെയിലിയർ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കണം, മുന്നോട്ട് പോകണം. കാരണം നമ്മൾ അത്ര വലിയ സൂപ്പർ പവർ ഒന്നുമില്ല. ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആ ഒരു അവരുടെ ആ ഒരു സംവിധാനം തകർത്തുകൊണ്ടാണ് ഒക്ടോബർ 7-ന് അവർ ഇസ്രായേലിലേക്ക് പറന്നിറങ്ങിയിട്ട് അറ്റാക്ക് നടത്തിയത്. അതിൻ്റെ പഴിയും അതിൻ്റെ നാണക്കേടും ഇന്നും ഇസ്രായേൽ പേറിക്കൊണ്ട് നടക്കുകയാണ്. സംഭവിച്ചു പോയൊരു പിഴവ് എന്നുള്ള രീതി. പിഴവ് എവിടെ വേണമെങ്കിലും സംഭവിക്കും. അപ്പോഴും നമ്മൾ ഈ പിഴച്ചതിനെക്കുറിച്ചും ആ ഫെയിലിയറിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോഴും ഇത് ചെയ്ത ഈ പെർപെട്രേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ മിണ്ടുന്നില്ല. അവരുടെ പിന്നിലുള്ള ആശയ അടിത്തറയെക്കുറിച്ച് നമ്മൾ മിണ്ടുന്നില്ല. അത് ഈ പിഴവ്, ഇൻ്റലിജൻസ് ഫെയിലിയർ ഇവർക്കിത് ചെയ്യാനുള്ള പ്രചോദനമാണെന്നാണോ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയാണല്ലോ സാധാരണ ഇവിടെ കാണാറുള്ളത്. അത് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എമ്പുരാൻ സിനിമ വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്? അതായത് നിങ്ങൾ ആ കാണിച്ചത് ശരിയായില്ല, നിങ്ങൾ ഗോദ്രയെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഗോദ്ര ഉണ്ടായതുകൊണ്ട് ആണ് ഈ പറയുന്ന ഗുജറാത്ത് വയലൻസ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഇവർ ചോദിച്ചിരുന്നത് എന്താണ്? അതായത് അപ്പോൾ നിങ്ങൾ അതിനെ ന്യായീകരിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അതായത് ഗോദ്ര ഉണ്ടായതുകൊണ്ട് ഗുജറാത്ത് ഉണ്ടാകാം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ അവർ ഇൻ്റലിജൻസ് ഫെയിലിയർ ഉള്ളതുകൊണ്ടാണ്. ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുണ്ട് പൊക്കി നോക്കി ട്രെയിൻ പോയോ അല്ലെങ്കിൽ കറണ്ട് പോയോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തലവെട്ടി കൊല്ലാം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിനെ ന്യായീകരിക്കുകയാണോ? അപ്പോൾ എന്തിനാണ് ഇതുപോലുള്ള വാദങ്ങളൊക്കെ കൊണ്ടുവെക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഫേസ് വാല്യൂവിലെടുത്ത് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ, ഒബ്ജക്റ്റീവായിട്ട് അത് ചെയ്തു പോകാൻ നമുക്ക് പറ്റണം. എന്നാലേ ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഞാൻ ഇപ്പോഴും പറയാം, ഇതിൽ മാതൃകയാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് ഈ ഇസ്ലാമിക് ടെററിനെ, ആശയത്തെ തന്നെ നേരിടണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അത് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം ഇന്ന് ലോകത്തുള്ളൂ, അത് ഇസ്രായേലാണ്. നമ്മളത് അവിടെ നേരിട്ട് പോയിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇസ്രായേലി പാർലമെൻറ്റിൽ അവരുടെ മന്ത്രിമാർ, അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ നേരിട്ട് ആ ഒരു ചർച്ച, നമ്മളൊരു ടീമായിട്ട് ചെല്ലുമ്പോൾ അവർ നമ്മളോട് കൃത്യമായിട്ട് പറയണം, അതായത് ഇതിലെ പ്രശ്നം ഗാസക്കാരല്ല, ഇതിലെ പ്രശ്നം ആ ഗാസക്കാരായിട്ടുള്ള ആളുകളെ വഴിതെറ്റിക്കുന്ന ഹമാസാണ്, ഹമാസിനെ വഴിതെറ്റിക്കുന്നത് ഇസ്ലാമാണ്. ദിസ് ഈസ് എ വാർ ഓഫ് ഐഡിയോളജി എന്ന് പച്ചയ്ക്ക് അവർക്ക് പറയാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നതും. അതുകൊണ്ടാണ് ആ ഐഡിയോളജിയെ ഇസ്രായേൽ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ഗാസക്കാരായിട്ടുള്ള ആളുകളെ കൊന്നുതള്ളാനല്ല ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അബ്രഹാം അക്കോർഡ്സിൽ ഭാഗമായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങൾ ഇന്ന് ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാൻ അവർക്ക് സാധിക്കുന്നത്, അതുപോലെയുള്ള തീവ്ര സംഘടനകളെ നിരോധിക്കാൻ സാധിക്കുന്നത്, തീവ്ര ആശയങ്ങളെ അവർക്ക് മാറ്റാൻ സാധിക്കുന്നത്. അത് പഠിപ്പിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ UAE-ലെയും സൗദിയിലെയും അതുപോലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളിലെയും ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന ജൂതവിരുദ്ധത, അതല്ലെങ്കിൽ ആ ഒരു കോഎക്സിസ്റ്റൻസിന് വിരുദ്ധമായ എന്ത് ഭാഗമുണ്ടെങ്കിലും അത് തിരുത്താൻ അവർക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? തിരുത്തിയിട്ടുണ്ട്, തെളിവുകൾ ഇവിടെ ഉള്ളതാണ്. അത് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ കോർ ഇഷ്യൂവിനെ അവർ അഡ്രസ്സ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന്, കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെന്നത് തുടങ്ങുക? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് പാകിസ്ഥാനിൽ നടന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടീനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, ഡു യു ഹെയ്റ്റ് ഇന്ത്യൻസ്, ഭാരത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും യെസ്. വൈ ഡു യു ഹെയ്റ്റ് ഭാരത് എന്ന് ചോദിച്ചാൽ അവർ പറയാം ദേ ആർ കാഫിർ എന്നാ പറയാം. അവരുടെ ആദ്യത്തെ ഉത്തരം അതാണ്, കാഫറുകളായതുകൊണ്ട് നമ്മളവരെ വെറുക്കുന്നു. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച യൂട്യൂബിൽ ഇന്നും വീഡിയോ ആയിട്ട് ഇൻ്റർവ്യൂസ് ആയിട്ട് അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫറുകളുടെ രാജ്യമാണ്. അവിടെ മുസ്ലിങ്ങളുണ്ടെന്നൊന്നും അവരുടെ വിഷയമല്ല.
ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും അവർ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അത് ഇസ്ലാമിൻ്റെ രീതി തന്നെയാണ്. കാരണം എന്താണ്, ഇസ്ലാമിൽ 3 കൂട്ടം ആളുകളാണ്. നമ്മൾ സാധാരണ 2 കൂട്ടരെ കുറിച്ചാണ് പറയാറുള്ളത്. അതായത് ഒന്ന് മുഅ്മിൻ, ഒന്ന് കാഫിർ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമുണ്ട്, അത് മുനാഫിക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടരാണ്. അതെന്താണ്, കപട വിശ്വാസികൾ എന്ന് പറയും. അത് മുസ്ലിമായിട്ട് അഭിനയിക്കും, അവർ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് കാഫിറുകളോടൊപ്പമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്ലാമിലെ ഒരു ഡോക്ടറെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതായത് ഒളിച്ചും പാത്തും നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടോ എന്നുള്ള സംശയം വളരെ കലശലായിട്ട് ബാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പതിയിരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ആയത്തുകൾ ഇറക്കുക, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ഇവിടെ ഈ രീതി, ഈ സ്വഭാവം എന്ന് പറയുന്നത് ഈ സംശയത്തിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ട്, മുനാഫിക്കുകളെ സംശയിച്ചുകൊണ്ട്, ഇരു കൂട്ടരായിട്ട് തിരിച്ചുകൊണ്ട്, അപരവൽക്കരണം നടത്തിക്കൊണ്ട്, ഏലിയനേഷൻ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തലയിലേക്ക് വരുന്നുണ്ടോ? അതാണ് ഫാഷിസം എന്ന് പറയുന്നത്. ഇതാണ് ഫാഷിസ്റ്റുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഫാഷിസ്റ്റ് ഐഡിയോളജിയാണെന്നുള്ളത്. ആ ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ രീതി എന്താണ്? അത് ടെററൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ടെറർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ ഇടപെടാത്തതുകൊണ്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നു. അതിലൊരു കാര്യം കൂടി ഉള്ളത്, അതായത് ഈ വിഷയം ഇത് ഹിന്ദു മുസ്ലിം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ ഒരു അൺറസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാതെ ഇത് ഇസ്ലാമിക ടെററൊന്നുമല്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലൊരു പ്രശ്നമുണ്ടാക്കാം എന്ന് ഇന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്കാർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഒന്നുകൂടി ഞാൻ പറയാം, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് ഇന്ത്യയെ കുട്ടിച്ചോറാക്കാം, അതിന് സാധിക്കുമെന്നൊരു ധാരണ, അങ്ങനെ ഒരു ധൈര്യം, അങ്ങനെ ഒരു ലക്ഷ്യം സാധിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് ആർക്കെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കകത്തുള്ള ചില കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ആ ചിന്ത. ഇന്ത്യക്ക് വെളിയിൽ ഒരാൾക്കും അങ്ങനെ ഒരു ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണ്, ഇന്ത്യയുടെ സ്വഭാവം അതാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെയും രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ആശയം ഉണ്ടാക്കി ഒരു തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഹിന്ദുവിനെ പോയി വെട്ടിക്കൊല്ലാൻ പറയാൻ അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന മുസ്ലിം അല്ല ഇവിടെയുള്ള ഭൂരിപക്ഷം. പക്ഷേ അതിൽപ്പെട്ട കുറേ ആളുകളെ ഇതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഈ ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് എങ്ങനെയാണ് സാധിക്കുക? അത് സാധിക്കുന്നത് ഒന്ന്, ഈ എക്സ്റ്റേണലി ഈ വരുന്ന ആളുകൾ, ആ ആളുകളുടെ ആശയപ്രചരണം, ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, ഈ സാധനം ഇവിടെ ഏലിയനേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് ഇവിടെ മുഴുവനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു ഭീതി വ്യാപാരം നടത്തുന്ന ആളുകൾ, അതിന് കൂട്ടു നിൽക്കുന്ന രാഷ്ട്രീയക്കാർ, ഈ ടെററിനെ ടെററാണെന്ന് പറയാൻ സാധിക്കാത്ത ആളുകൾ, ഈ ഈ ഭീകരവാദത്തെ ഇസ്ലാമിക് ഭീകരവാദം എന്ന്, ഹിന്ദു ഭീകരവാദം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പോലെ പറയാൻ സാധിക്കാത്ത, നട്ടലിന് ഉറപ്പില്ലാത്ത ആളുകൾ, ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഈ മുസ്ലിങ്ങളെ കൊലക്കി കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ മുസ്ലിമും ഈ പറയുന്ന തീവ്രവാദികൾ വലയിൽപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിന് വഴിവെക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നന്നായി. കാരണം എന്താണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് മുസ്ലിങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരുപാട് മുസ്ലിങ്ങളെ രക്ഷിച്ചൊരു നടപടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മോദി ഗവൺമെൻറ് എടുക്കുന്ന പല നയങ്ങളോട് നമുക്ക് ചേർന്ന് നിൽക്കേണ്ടതായിട്ട് വരുന്നത്. അതുണ്ടാക്കിയിട്ടുള്ള ബെനിഫിറ്റ് ചെറുതല്ല. ഇപ്പം തന്നെ ഉണ്ടാകുന്ന ഈ ഒരു വഖഫിൻ്റെ വിഷയവും അതൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നാട് കുട്ടിച്ചോറാക്കാൻ അവർ മാത്രം മതിയായിരുന്നു. ഇവിടെ കുട്ടിച്ചോറായിട്ടില്ല. കേരളം രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ ഉത്തരവാദിയും പിണറായി വിജയനല്ല, അത് മോദി തന്നെയാണ്. കാരണം ഈ തീവ്രവാദ കൂട്ടത്തെ നിരോധിച്ചു എന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ പൗരത്വ ഭേദഗതി ആ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് കണ്ടതാണ് എങ്ങനെയാണ് ഇവിടെ നാട് കുട്ടിച്ചോറാക്കിയെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങൾ, ഇതിൻ്റെ കോർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാതെ ഇതിലൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് ആശയമാണ്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു രാജ്യം അത് ഇസ്രായേലാണ്. ഇസ്രായേൽ പലതവണ പറഞ്ഞു, നിങ്ങൾ ഹമാസിനെ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കൂ. ഈ ഹമാസ്, ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സ്വഭാവം കൂടി പറയുകയാണെങ്കിൽ ഇത് സിവിലിയൻസിനാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാഫിറുകളായിട്ടുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്താണ് ഒരു പ്രിസിഷൻ അറ്റാക്ക് നടക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതെന്താ കാണിക്കുന്നത്? ഇത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് തന്നെയാണ് അവിടെ ഒക്ടോബർ 7 നടന്നത്. ഹമാസിൻ്റെ രീതിയാണ്. അപ്പോൾ ഇവർ കൂടിക്കാഴ്ച നടത്തുന്നു, ഇവരുടെ രീതികൾ അവർ പരിഷ്കരിക്കുന്നു. ഇത് മുന്നോട്ട് വെക്കുന്ന ആശയം ഇത് കുറേയും കൂടിയും ഗൗരവമായിട്ട് മാറുന്നു എന്നുള്ള. ഇത് ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് കശ്മീരിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കുക, ടെററൈസ് ചെയ്യുക. അവരുടെ ലക്ഷ്യം അവിടെ അലൈവാണെന്ന് നാട്ടുകാരെ അറിയിച്ചുകൊണ്ടേയിരിക്കുക. അത് വെച്ചുകൊണ്ട് അവരുടെ നാട്ടിൽ അവരുടെ പ്രസൻസ് അവർക്ക് കൂടുതൽ ബലപ്പെടുത്താൻ കഴിയുക, അതിലേക്ക് കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്സ് നടത്താൻ കഴിയുക, അവരുടെ ഫണ്ട് ശേഖരണത്തിനുള്ള വഴികൾ തുറന്നിടുക. ഇതാണ് അവരുടെ ലക്ഷ്യം നടക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഒരു സൈഫുള്ള എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ പിൻ പോയിൻ്റ് ചെയ്തതായിട്ട് നമ്മൾ പറയുന്നു. അതിൽ അയാളുടെ പ്രസംഗങ്ങൾ പുറത്തു വന്നിട്ട് അയാളെന്താ പറയുന്നത്? ഗസ്വായ് ഹിന്ദിനെ കുറിച്ചാണ് പറയുന്നത്. ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു ഇൻസ്ട്രക്ഷനാണ്. അതായത് ആ ഹദീസിൽ പറയുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടും. 2 കാര്യത്തിലാണ് കിട്ടുക എന്നാണ് പറയുന്നത്. അതിലൊരു കാര്യം പറയുന്നത്, ഒന്ന് ഈസാ നബിയുടെ ഒപ്പം യുദ്ധം ചെയ്യാൻ വരുന്ന ആൾ, 2
ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾക്കാണ് കിട്ടുക എന്ന് പറയും. അതായത് ഗസ്വായ് ഹിന്ദ് എന്ന് പറയും, ദ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ. ഈ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ഈ വാക്ക് മുഹമ്മദ് നബി പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം നിങ്ങൾ ആലോചിക്കുക. ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നേരെ വണ്ടി പിടിച്ച് പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് ഈ തീവ്രവാദികളെയാണ് നിങ്ങൾ തിരുത്തുന്നത്, എന്നെയല്ല തിരുത്തേണ്ടത്. കാരണം ഇത് വിശ്വസിച്ചിട്ട്, ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട്, മദ്രസയിൽ പഠിപ്പിച്ചിട്ട്, അതിനുവേണ്ടി റിക്രൂട്ട്മെൻറ്റ്സ് നടത്തിയിട്ടാണ് ഇവിടെ നിരപരാധികളെ മുണ്ടുപൊക്കി നോക്കിയിട്ട് കൊന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ ഈ പ്രശ്നം ഈ മതമാണ്. ഇതിൽ ഈ തീവ്രവാദത്തിന് മതമുണ്ട്, ഈ തീവ്രവാദത്തിന് ഇര അത് കാഫിറാണ്. അത് നമ്മൾ പറയണം. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ഈ രാഷ്ട്രീയവൽക്കരിച്ചിട്ടുള്ളൂ, ഇതിനെ വേറെ ആരും രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല. ഇവിടെ പുൽവാമ അറ്റാക്ക് ഉണ്ടായ സമയത്ത് അത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയവൽക്കരിച്ചത് ആരാണ്? അത് നിങ്ങളല്ലേ. എന്നിട്ട് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പറയുന്നതിൽ എന്താണ് അതിൻ്റെ ഒരു ആത്മാർത്ഥത? അതിൽ ഒരു ആത്മാർത്ഥതയില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നില പരിങ്ങലിലാവുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു തൊടു ന്യായമായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളുടെ മനസ്സ് വിങ്ങുകയാണ് ഈ ഒരു വിഷയത്തിൽ. പക്ഷേ ആ വിങ്ങലിൻ്റെ ആക്കം കൂട്ടുന്നത് സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, ആ പ്രശ്നം പറയുന്ന ആളുകളെ ക്രൂശിച്ചുകൊണ്ട്, മതമുണ്ട് എന്ന് പറയുന്ന ആളുകളെ ക്രൂശിച്ചുകൊണ്ട്, ഇത് മുസ്ലിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ മുസ്ലിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു വിഷയമാക്കിയിട്ട് അവർ മാറ്റുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടും കൂടിയാണ് ഇത് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. ഈ ഇസ്ലാമിലെ ഈ പ്രശ്നം, ഈ തീവ്രവാദത്തിലെ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിലനിൽക്കുന്ന ഒരു മതമാണ്, ആശയമാണ് ഇസ്ലാം എന്ന് പറയാനുള്ള ഈ ഒരു അവസരത്തെ ഇപ്പം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള ഒരു അവസരത്തെ നിഷേധിക്കുന്ന രാഷ്ട്രീയ കാപട്യം കൊണ്ട് നടക്കുന്ന ആളുകളോട് നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴാണ് ഇത് പറയേണ്ടത്, ഇതിന് മുഹൂർത്തമൊന്നുമില്ല. ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിന് ഇങ്ങനെ കണിയാൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഹിന്ദു ഭീകരത എന്ന് പറയുമ്പോൾ ഈ ഔചിത്യവും ഈ മുഹൂർത്തം കുറിക്കലൊക്കെ നിങ്ങൾ ചെയ്ത് കാണിക്കണം. അത് കാണുന്നുമില്ല. അപ്പോൾ ഈ ഇരട്ടത്താപ്പിന് വഴി നിന്ന് തരാൻ നമ്മളെ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. ആരിഫ് സാർ ഈ പറഞ്ഞതുപോലെ, ഈ സൂചിപ്പിച്ചതുപോലെ ഇരട്ടത്താപ്പ് കാണിക്കുന്നവരോടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ഒരു മറുപടി നമ്മൾ കൊടുത്തു. പക്ഷെ ഡോക്ടർ ഈ പറഞ്ഞ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഒരു കാര്യത്തിന് പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു ഡൗട്ടാണ്. ഇസ്രയേലിന്റെ അയൺ ഡോം തകർന്ന സമയത്താണ് അവര് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞത് ദിസ് ഇസ് എ വാർ ഓഫ് ഐഡിയോളജി എന്നുള്ളത്. ഇന്ത്യയും ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റ് ഭീകരരുടെ പക്കൽ നിന്ന് ഒരുപാട് തിരിച്ചടികൾ നേരിട്ട ഒരു രാജ്യമാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യക്ക് ഈ രീതിയിൽ ഒരു തുറന്ന ഒരു ചലഞ്ച്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇസ്രയേൽ പ്രഖ്യാപിച്ചതുപോലെ ഒരു തുറന്ന യുദ്ധം ഇത്തരക്കാരോട് പ്രഖ്യാപിക്കാൻ സാധിക്കാതെ പോകുന്നത്? എത്രക്കാരോട്? ഈ ഒരു എന്താ പറയാ, ഈ മതക്കാരോട്. അങ്ങനെ തന്നെ ഞാനും ഈ പറഞ്ഞതുപോലെ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഈ ഒരു മതത്തെ ഐഡന്റിഫൈ ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട് എനിക്കും. അത് ഡോക്ടർ നമ്മളതിനെ പേടിക്കണമെന്ന് ഞാൻ ചോദിക്കണേ. യു ഹാവ് ടു കോൾ എ സ്പേഡ് എ സ്പേഡ്. ഇസ്ലാമിക തീവ്രവാദം എന്ന് മാധ്യമങ്ങൾ പറയാൻ പേടിച്ചാൽ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് പറയുമ്പോൾ നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകളായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഇസ്രായേലിൻ്റെ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവർ പച്ചയ്ക്ക് പറയുന്നു ഇവിടുത്തെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇത് ഐഡിയോളജിയാണ് പ്രശ്നമെന്ന് BJP പറഞ്ഞാൽ, അതിലെ വിഷയങ്ങൾ അവർക്ക് തുറന്നു പറയാൻ സാധിച്ചാൽ, അതായത് ഗവൺമെൻറ്റിന് സാധിച്ചാൽ, ഇവിടെ പ്രശ്നം അതാണെന്ന് പറയാൻ സാധിച്ചാൽ, അതിനെ എതിർക്കുന്ന ആളുകൾ അവരെ തിരുത്താൻ നമുക്ക് പറ്റും. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് പറയേണ്ട ആളുകൾ ഇത് പറയാതിരിക്കുകയും നമ്മളത് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത്. നമ്മളുടെ ഭാഗം, നമ്മളുടെ പാത അത് കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുന്നത് സത്യത്തിൽ പറയേണ്ട ആളുകൾ ഇത് പറയാതിരിക്കുന്നതുകൊണ്ടാണ്. അത് ആരായാലും, അതിപ്പോൾ പവറിൽ BJP ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ BJPയുടെ കാര്യം. കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ അവർ ചെയ്താൽ മതി. അവർ ചെയ്യുമോ? ഇല്ലല്ലോ. അവരെന്താ ചെയ്തത്? ഇനി ഇത് തകർക്കാൻ എന്താ ചെയ്യും? സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് താൽക്കാലികമായിട്ടുള്ളൊരു സാധനമാണ്. അതിലൊന്നും എനിക്ക് ശാശ്വതമായ ഒരു വിശ്വാസമൊന്നുമില്ല. കാരണം അങ്ങനെയല്ല ഇത് തീർക്കാൻ കഴിയുക. അവിടെയാണ് നമ്മൾ ഈ അബ്രഹാം അക്കോർഡ്സ് പോലുള്ള ആ രീതിയിലൂടെ ഇതിൻ്റെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്, ഇത് ഗ്രൗണ്ട് ലെവലിൽ തുടങ്ങേണ്ട സാധനമാണ്. ഇതിനെന്ത് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ പറയുന്നത് ഇതൊരു വളരെ ഭയാനകമായ, വളരെ നടുക്കമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഒക്കെ ശരിയാണ്. ഇതിൻ്റെ പിന്നിലുള്ളത് ആര് തന്നെയായാലും അവരെ നമ്മൾ പിടിക്കും, വേണ്ട പണി ചെയ്യും, അവരുടെ അജണ്ട ഒരിക്കലും നമ്മൾ നടക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ആൾ? ഇതിൻ്റെ പിന്നിലുള്ള ആൾ മുഹമ്മദ് നബിയാണ്. ഇസ്ലാമാണ് ഇതിൻ്റെ ആശയം എന്നുണ്ടെങ്കിൽ ആ ഇസ്ലാമിൻ്റെ പിന്നിലുള്ള ആൾ മുഹമ്മദ് നബിയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള വ്യക്തിയെ നിങ്ങൾക്ക് പിടികിട്ടി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ പിന്നിൽ ഇവരുടെ ഗൂഢ ലക്ഷ്യമെന്ന് പറയുന്നത് ഗസ്വായ് ഹിന്ദാണ്, ഇന്ത്യയെ പിടിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അതിന് നിങ്ങൾക്ക് ബോംബും പടക്കോപ്പൊക്കെ ആയിട്ട് നിൽക്കാം, എത്ര കാലം നിൽക്കാൻ കഴിയും? നാട് കുട്ടിച്ചോറാവും, അതാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ബേസിക് പ്രശ്നം ഇതാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഇസ്രായേൽ മാതൃകയാവുന്നതെന്ന് ഞാൻ പറയും. ഞാൻ ഇസ്രായേലിൻ്റെ വലിയ ആരാധനയായി മാറിയതിൻ്റെ ഒരു കാരണം അതാണ്. കാരണം അവർ മുസ്ലിം വിരുദ്ധതയല്ല, ഗാസ ജനതയോടുള്ള വിരുദ്ധതയല്ല അവർ കാണിക്കുന്നത്. അത് അങ്ങനെയല്ല എന്ന് അവർ തുറന്ന് പറയുന്നു. അതോടൊപ്പം അവർ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങളുടെ പ്രശ്നം ആൻറ്റിസെമിറ്റിസം വിതിൻ ഇസ്ലാം, അതാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് പറയാനൊരു കാരണമുണ്ട്. അതായത് ഇത് ഇന്ത്യ വിരുദ്ധത ആ സാധനം, അതല്ലെങ്കിൽ കാഫിർ വിരുദ്ധത ആ സാധനം, അത് തന്നെയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് ഈ സംഗതികൾ നടക്കുന്നത്. അത് ഇവർ ടെററൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾക്ക് ഇവർ കൂട്ടുനിൽക്കുന്നു, ഉണ്ടാക്കി വെക്കുന്നു. അത് വെച്ചുകൊണ്ട് കശ്മീരിലെ വിഷയം അത് ഒരു ചെറിയ തോതിൽ പറയുകയാണെങ്കിൽ അതിലൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു വശം ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, കാശ്മീർ മെച്ചപ്പെട്ടാൽ, കാശ്മീരിൽ സമാധാനം വന്നാൽ, അത് കാശ്മീരികൾ തിരിച്ചറിഞ്ഞാൽ അവരെ റിക്രൂട്ട് ചെയ്യാൻ കഴിയില്ല. ഒരു ഇൻസൈഡർ സഹായമില്ലാതെ അവർക്ക് ഒരിക്കലും പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇൻസൈഡർ ഹെൽപ്പ് വേണം. അതിനെ പറ്റിയ ആളുകളെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിന് ചില കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതിനാണ് അവർ ഈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ ഈ അറ്റാക്കിനകത്ത് ഒരു കൊല്ലപ്പെട്ടൊരു വ്യക്തി ഈ തീവ്രവാദികളുടെ തോക്ക് പിടിച്ച് വെക്കാൻ വേണ്ടിയും അതുപോലെ കൊല്ലപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ടും മറ്റുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും മുന്നോട്ട് വന്നൊരു കുതിര ഓടിക്കുന്ന ഒരാൾ, അയാളെ അവിടെ വെടിവെച്ച് കൊല്ലുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അയാൾ മുസ്ലിമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ ഇര മുസ്ലിങ്ങൾ തന്നെയല്ലേ ആദ്യം വരുന്നത്? ഈ തീവ്രവാദത്തിൻ്റെ ഈ ഇസ്ലാമിൻ്റെ ഇര എന്ന് പറയുന്നത് മുസ്ലിമും കൂടിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഈ തീവ്രവാദത്തെ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം ബാധിക്കാൻ പോകുന്നത് ഈ തീവ്രവാദത്തിനെതിരെ നിൽക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയാണ്. അത് കഴിഞ്ഞിട്ടേ കാഫിറിൻ്റെ തലയിലേക്ക് വരുള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറയാറ്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇസ്ലാമിനകത്ത് ഉള്ള ഒരു വിഷയത്തെ യഥാർത്ഥത്തിൽ അതിനകത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനെ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു മുസ്ലിമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് ചേകനൂറിൻ്റെ അവസ്ഥയാണ്. അത് ഇവിടുത്തെ മുസ്തഫ മൗലവിയുടെ അവസ്ഥയാണ്. അത് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ അവസ്ഥയാണ്. എന്താണത്? നമ്മളെ കാഫിറായിട്ട് പ്രഖ്യാപിച്ച് നമ്മളെ വധിക്കാൻ തീരുമാനിക്കും. ഇവിടെ ഗാസയിൽ അത് തന്നെയല്ലേ നടക്കുന്നത്? ഹമാസിനെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തിൽ അതിൽ പ്രക്ഷോഭം നയിച്ച ആളുകളെ അവരെന്താ ചെയ്തത്? പബ്ലിക്കായിട്ട് കെട്ടിത്തൂക്കുകയാണ് ചെയ്യുന്നത് ഹമാസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതൊരു രാഷ്ട്രീയ നീക്കം മാത്രമല്ല, അത് നടത്തിയിരിക്കുന്നത് ഇസ്ലാമിൻ്റെ നീക്കം തന്നെ. ഇത് തന്നെയാണ് മുഹമ്മദ് നബിയും ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് നബി ചെയ്ത സംഗതികൾ ചോദ്യം ചെയ്യുക, അതിനെ എതിർത്ത് നിൽക്കുക, അതിനെ ചോദ്യം ചെയ്യുക, അതിനെതിരെ കവിത എഴുതുക. ഡെമോക്രാറ്റിക്കലി ചെയ്താൽ പോലും, സൈനിക നീക്കമൊന്നും അല്ല ഈ പറയുന്നത്, അത് കള്ളത്തരാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞാൽ പോലും അയാളെ തീർക്കുക എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് അവിടെ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ മുസ്ലിമിനെ കൊന്നുകൊണ്ട് ഇതിൽ മതമില്ല എന്ന് പറയുന്ന ആളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇസ്ലാമിനെ രക്ഷിക്കാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഇസ്ലാമിലെ ഇൻസ്ട്രക്ഷൻസ് ഇത് തന്നെയാണ്. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം, 9:5 എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ കാഫിറുകൾ കയ്യോടെ കപ്പം കൊടുത്ത് കീഴൊതുങ്ങുന്നത് വരെയൊക്കെ അവരുമായിട്ട് യുദ്ധം ചെയ്യുക. ഇതിനാണ് അവിടെ പറഞ്ഞത്. കാശ്മീരി പണ്ഡിറ്റുകളോട് ചെയ്തത് എന്താണ്? അതും ഇത് തന്നെയാണ്. നിങ്ങൾ ഒന്നുകിൽ കീഴടങ്ങുക, അതല്ലെങ്കിൽ മതം മാറുക, അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറാവുക. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 3 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് ഇത്രമാത്രം ഒരു ചോയ്സ് ഉള്ളൊരു മതം വേറെ ഒന്നും നമ്മുടെ മുന്നിലില്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നതുകൊണ്ട്, അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആശയമാണ് നമ്മുടെ പ്രശ്നം, ഇത് വ്യക്തികളല്ല. ഇവിടെ സംഭവിക്കുന്നത് ഇതിൽ മതമല്ല, ചില മതത്തെ വളച്ചൊടിച്ച കുറേ ആളുകളാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിങ്ങളെ കുഴപ്പത്തിച്ചാട്ടി, നിങ്ങളാണ് ഇവിടെ മുസ്ലിം വിരുദ്ധതയ്ക്ക് കോപ്പ് കൂട്ടുന്നത്. മുസ്ലിങ്ങളെ രക്ഷിക്കാനുള്ള അവസാന ഒരു കച്ചിത്തിരുമ്പിനെയാണ് നിങ്ങളിവിടെ കത്തിച്ച് കളയുന്നത്. അതല്ല വേണ്ടത്. ഇവിടെ മുസ്ലിം അല്ല പ്രശ്നം, ഈ ഇസ്ലാം തലയ്ക്ക് പിടിച്ച മുസ്ലിമാണ് പ്രശ്നം എന്ന് നമുക്ക് പറയാൻ കഴിയണം. ആ ഇസ്ലാമാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് അവിടെ വരുത്തണം. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലൂടെ ഉള്ളത് നമ്മൾ പുറത്ത് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അഡ്രസ്സ് ചെയ്ത് അത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള സാധനം പോലും നമുക്ക് തിരുത്താൻ കഴിയണം. അതിന് ചേരി തിരിഞ്ഞെന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരുന്നാൽ അത് മുന്നോട്ട് പോകില്ല. അതിന് പാകിസ്ഥാനെയും കൂടിയും അവിടുത്തെ ആ അധികാരികളെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിൽ ഈ പീസ് അവിടെ വരുന്നത്. ഒരു കാലത്ത് വാജ്പേയി ഒക്കെ ചെയ്തു തുടങ്ങിയൊരു വിഷയം, ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനൊക്കെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അത് ഇനി ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അല്ലാതെ ഇതെന്നും കലഹിച്ചുകൊണ്ടിരുന്ന് നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ പണിയേണ്ട, റോഡ് പണിയേണ്ട, ഹോസ്പിറ്റൽ പണിയേണ്ട, രോഗികൾക്ക് കൊടുക്കേണ്ട ഓക്സിജൻ വാങ്ങേണ്ട കാശ് എടുത്തിട്ട് എന്നും ബോംബ് പൊട്ടിച്ച് നടക്കേണ്ടി വരിക, എന്നും ഈ അതിർത്തി സംരക്ഷിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അത് നമ്മളുടെ മുന്നോട്ടുള്ള പോക്കിന് അത്ര ഗുണകരമായ കാര്യമല്ല. അത് ഒരു സൈഡിൽ ഇത്, അപ്പുറത്തത് ബംഗ്ലാദേശ് ഇതേപോലെ വന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ എത്ര നാൾ അഫോർഡ് ചെയ്യാൻ കഴിയും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ സമാധാനം മാത്രമേ ഇതിന് മുന്നിലുള്ള പോകാൻ വഴിയുള്ളൂ. അതിന് വേണ്ട പണി ചെയ്യണം. അതിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്നൊരു വിഷയത്തിൽ ഇസ്ലാമിക് ടെറർ എന്ന് ആദ്യം നമുക്ക് വിളിക്കാനുള്ളൊരു ഒരു മാന്യത, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള
ഒരു നട്ടെല്ലിൻ്റെ ഉറപ്പ് അതൊരു പകുതിയെങ്കിലും കാണിച്ചു തുടങ്ങിയാൽ തന്നെ പ്രശ്നങ്ങൾ ഇവിടെ വലിയ തോതിൽ മാറ്റാൻ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൻ്റെ ഇരകളായിട്ട് മാറുന്നത് നമുക്ക് കുറയ്ക്കാൻ കഴിയും. തീവ്രവാദത്തിലേക്ക് അവർ പോകുന്നത് കുറയ്ക്കാൻ കഴിയും. ഇതിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ഔദ്യോഗികമായിട്ട് നമ്മൾ ഇസ്ലാമിലെ മറ്റ് സാധനങ്ങളൊന്നും പറയണമെന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ സാധാരണ പറയാറുള്ള മതവിമർശനത്തിൻ്റെ കാര്യമായിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ പറയുന്നില്ല. അതിനൊന്നും ആവശ്യമില്ല. തീവ്രവാദം നമുക്ക് പറയാലോ. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യത്തെ 20 ടെറർ അറ്റാക്ക് എടുത്തു കഴിഞ്ഞാൽ 20 ഇസ്ലാമിക് ടെറർ അറ്റാക്ക് അല്ലേ. ആദ്യത്തെ 10 അല്ലെങ്കിൽ 20-30 ടെറർ ഓർഗനൈസേഷൻസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് അല്ലേ അതിനകത്തുള്ളത്, വേറെ ഏതാ ഉള്ളത്? കഴിഞ്ഞ വർഷം അതായത് 2013 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ എത്രമാത്രം ടെറർ അറ്റാക്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓരോ മാസം കൊല്ലപ്പെടുന്നത് 1700ഓളം ആളുകളാണ്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നത് 50-ൽ പരം ആളുകളാണ്. അതിൽ തന്നെ 12ഓളം ക്രിസ്ത്യാനികൾ മാത്രം ലോകത്ത് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 12 ക്രിസ്ത്യാനികളെ ഒരു ദിവസം കൊല്ലുന്നുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നത് ആരുടെ കൈകൊണ്ടാണ്? അത് ഹിന്ദുവിൻ്റെ കൈകൊണ്ടല്ല, അത് സ്വതന്ത്ര ചിന്തകൻ്റെ കൈകൊണ്ടല്ല, അത് ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകൊണ്ടാണ്. അതിലേറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് അവിടെ ബോക്കോ ഹറാം, അതുപോലെ JNIM, അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ മാത്രം തന്നെ ഇതിൻ്റെ വ്യാപ്തി നമ്മൾ എപ്പോഴെങ്കിലും ഇത് സംസാരിക്കാറുണ്ടോ? അപ്പോൾ ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല, അത് ചോരക്കളി തന്നെയാണ്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ UK ഇന്ന് പറയാറുണ്ട്, UK അവസ്ഥയെക്കുറിച്ച്, ഫ്രാൻസിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയും, ജർമ്മനിയുടെ അവസ്ഥയെക്കുറിച്ച്. അവർക്കൊന്നും വികസിതമാകാത്തതിൻ്റെ പ്രശ്നമല്ല, അവർ ഈ ഇസ്ലാമിക് ടെററിനെ കുറച്ച് കണ്ടു. ആ കുറച്ച് കണ്ടതിൻ്റെ ഭാഗമായിട്ട് അവരിന്ന് തലയും കുത്തി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇത് തന്നെയാണ് ഇന്ത്യക്ക് സംഭവിക്കുക. ഇന്ത്യ ഇന്ന് വികസിതമായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറയുമ്പോൾ ഇപ്പോഴേ നമുക്കതിനൊരു സാധ്യത ഉണ്ടായിട്ട് അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാനിരിക്കുന്നത് വലിയ അപകടങ്ങളാണ്. നമ്മളിത് നിരന്തരം നമ്മൾ എത്രമാത്രം പ്രോസ്പെറസ് ആവുന്നോ അത്രമാത്രം നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഇസ്ലാമിക് ടെറർ വളരണമെന്നുണ്ടെങ്കിൽ ഈ ദാരിദ്ര്യം അതിവിടെ ഉണ്ടായാലേ പറ്റുള്ളൂ. കാരണം എന്നാലാണ് ഇവർക്ക് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുകയുള്ളൂ, എന്നാലാണ് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവർക്ക് ഹൂറികളെ വാഗ്ദാനം ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ പല കാര്യങ്ങളും അവിടെ വരും. അപ്പോൾ പ്രോസ്പെറസ് ആയിക്കൊണ്ടിരിക്കുക, തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോൾ, ഇൻറ്റേർണൽ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോൾ അവരുടെ പ്രശ്നം അവിടെ നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോഗ്രസ് തടയണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് പ്രത്യേകിച്ച് കാശ്മീർ അവരുടെ ഒരു ഗേറ്റ് വേ ആണ്. ബാക്കിയുള്ള ഇന്ത്യയും കാശ്മീരും കഴിഞ്ഞ് നമ്മൾ കേരളം വരെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ആംഗിളും കൂടി ഇതിനകത്ത് നമ്മൾ കണ്ടാൽ, ഞാനിതിനെ കാണുന്നത് എൻ്റെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തയോ അല്ലെങ്കിൽ ഇസ്ലാമിനോടൊരു വെറുപ്പോ ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറയണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൂടെ കിടന്ന ആളുകളാണ്. എന്താണ് ഈ സാധനം എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ, ഒരു ഇന്ത്യൻ മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് പറയുന്ന സാധനമായിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അറബികൾ പറയുന്നുണ്ടല്ലോ ഇതേ സാധനം. ഇന്നലെയാണ് നമ്മൾ കണ്ടത്, ജോർദാനിലെ രാജാവ് അവിടെ മുസ്ലിം ബ്രദർഹുഡിനെ അവർ നിരോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് UAE മന്ത്രി അവരെന്താ ചെയ്തത്, അവർ മുസ്ലിം ബ്രദറിനെ നിരോധിക്കാൻ മാത്രമല്ല ഇസ്ലാമിക് റാഡിക്കൽ ഫോഴ്സസ് എന്ത് തന്നെ ഉണ്ടെങ്കിലും നമ്മൾ കർശന നടപടി എടുത്തിരിക്കുമെന്ന് പറയുന്നു. അവർ ഉപയോഗിച്ചത് പാകിസ്ഥാൻ ഫോഴ്സെന്നോ അല്ലെങ്കിൽ വല്ല ടെററിസ്റ്റ് ഫോഴ്സെന്നോ അല്ല, ഇസ്ലാമിക് റാഡിക്കൽ ഫോഴ്സസ് പച്ചയ്ക്ക് പറയാണ്. അറബികൾക്കത് പറയാൻ കഴിയുന്നു. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ മറ്റൊരു UAE ഫോറിൻ മിനിസ്റ്റർ 2017 പറഞ്ഞാണ്, യൂറോപ്പ് വിൽ സീ മോർ എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ടെററിസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് യൂറോപ്പ്. എന്താണ് അതിൻ്റെ കാരണം പറഞ്ഞത്? ഡ്യൂ ടു ദ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആൻഡ് യുവർ ഫെയിലിയർ ഇൻ ടേക്കിംഗ് പ്രോപ്പർ ഡിസിഷൻസ്. അതായത് അവരുടെ വോക്ക്, ആ നിലപാടുകൾ, ഈ പറയുന്ന കാര്യങ്ങളിൽ ക്ലിയർ ആയിട്ട് അവർക്കൊരു നിലപാട് പറയാൻ കഴിയാത്ത കാരണം കൊണ്ട്, അവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് പറയാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് യൂറോപ്പിൽ നിന്നും കൂടുതൽ ടെററിസ്റ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും പുറത്തേക്ക് വരാനിരിക്കുന്നത്. 2017 പറഞ്ഞ കാര്യം ഇന്ന് അച്ചട്ടാവുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ UAE മിനിസ്റ്ററൊന്നുമല്ല ഞാൻ, പക്ഷേ എനിക്ക് പറയാലോ, ഈ സാധനം നമ്മൾ കുറേ നാൾ കൊണ്ടു നടന്ന സാധനം ആയതുകൊണ്ട് കൂടെ നിന്ന് നടന്നിട്ടുള്ള, ഇത് ശീലിച്ചിട്ടുള്ള ഒരു ജിഹാദി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുന്നു, ഇത് ചെറിയ കാര്യമല്ല. ഇത് ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ പറ്റിയ സാധനമാണ്. ഇന്ത്യയെ ഇന്ന് കുട്ടിച്ചോറാക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ. അതിനെ നേരിടാൻ നമ്മൾ ഫെയിലിയർ ആയാൽ അത് ഇന്ത്യക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതിന് ഇനിയെങ്കിലും നമ്മളുടെ ഭരണവർഗം, കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, ഇസ്ലാമിക് ടെറർ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്ത് പേരിട്ട് വിളിച്ചിട്ടും കാര്യമില്ല, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കലിമ ചോദിക്കുമ്പോൾ അതെങ്കിലും പഠിച്ചു വെച്ചാൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം, അതെങ്കിലും പഠിച്ചു വെച്ചോ, തലയെങ്കിലും പോവാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം. അതല്ലാതെ വേറെ ഒരു പണി നിങ്ങൾക്ക് നടക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കലിമ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ഒന്നുകിൽ ഇസ്രയേൽ ചെയ്യുന്നത് പോലെ മുച്ചൂട് മുടിക്കുക എന്നുള്ള ഒരു തീരുമാനവുമായിട്ട് ഇന്ത്യ ഇറങ്ങുക, അതല്ലെങ്കിൽ ഇതേപോലെ കൊടുക്കൽ വാങ്ങലുകൾ ഇങ്ങനെ നിരന്തരം നൽകി വീണ്ടും ഇന്ത്യ. അവിടെ ഒരു തെറ്റുണ്ട്. ഇസ്രായേൽ മുച്ചോട് മുടിക്കുന്നൊന്നുമില്ല. ഇസ്രായേൽ അവിടെ ചെയ്യേണ്ടതേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പറയും, അതാണ് ഒരു മിസ്റ്റേക്ക്. നമ്മളത് കണ്ടതുകൊണ്ടാണ് നമുക്ക് അതിനെ പിന്താങ്ങാൻ കഴിയുന്നത്.
അങ്ങനെ ഒരു മുച്ചൂട് മുടിക്കുക കണ്ണുമൂക്കില്ലാതെ ഒരു കാര്യം ചെയ്യുന്ന സാധനത്തെയൊന്നും നമുക്ക് പിന്താങ്ങാൻ കഴിയില്ല. അവിടെ അവർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അക്കൗണ്ടബിലിറ്റി വെച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യയും അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ചെയ്യേണ്ട കാര്യം ഇസ്രായേൽ ചെയ്യുന്നു, ചെയ്യേണ്ട കാര്യം ഇന്നും ഇന്ത്യ ചെയ്യുന്നില്ല. അതിൽ ആദ്യത്തെ ചെയ്യേണ്ട കാര്യം ഈ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുക, അതിന് അക്നോളജ് ചെയ്യുക എന്നുള്ളത്. ഇത് ഐഡിയോളജിയാണ് പ്രശ്നമെന്ന് ഇന്നും ഇന്ത്യയിലെ ഭരണവർഗം അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അത് അക്നോളജ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ കണ്ണും മൂക്കില്ലാതെ മുച്ചൂട് മുടിക്കുക എന്ന് പറയുന്ന ആ വാക്ക് തെറ്റാണ്. ഓക്കെ സർ. ഓക്കെ, എന്തായാലും ഇന്ത്യ ഈ രീതിയിൽ മതഭീകരരെ തുറന്നു കാണിക്കാൻ, മുസ്ലിം ഭീകരർ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ഇത്തരം ആക്രമണങ്ങൾ വഴി സാധിക്കട്ടെ എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇത്തരക്കാരെ ഇനി ആ രീതിയിൽ അഡ്രസ് ചെയ്യാം എന്ന് തന്നെ കരുതുന്നു. എനിവേ, താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.